പ്രധാനമായും നാരീശക്തി, അതായത് സ്ത്രീശക്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നിപ്പോൾ നയപ്രഖ്യാപനം നടത്തുന്നു. അതോടൊപ്പം നാളെ ഇപ്പോൾ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു. അത്തരത്തിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞത്. ഈ സ്ത്രീശക്തിയുടെ ഒരു ഉദാഹരണമാണ് റിപ്പബ്ലിക് ദിന പരേഡ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ബജറ്റ്, അതായത് വോട്ട് ഓൺ അക്കൗണ്ട് ബജറ്റ് ആണെങ്കിൽ പോലും അതിൽ വലിയ പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്കുൾപ്പെടെ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നൽകുന്നു. അതോടൊപ്പം തന്നെ റാം വിളികളുമായാണ് അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം സംസാരം തുടങ്ങിയത് എന്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള വിഷയങ്ങളിലാണ് പ്രധാനമായും പ്രധാനമന്ത്രി ശ്രദ്ധ ഊന്നിയത് എന്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്കെതിരെ അംഗവിക്ഷേപണം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചു എന്തും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ മാത്രം അധികം ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് തന്നെയാണ് പ്രധാനമായും BJP ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ തന്നെ ഈ വനിതാ സംവരണ ബിൽ ഉൾപ്പെടെ പാസ്സാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് അദ്ദേഹം ഉൾപ്പെടെ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നത്തെ ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം നടത്തിയ ഓരോ വാക്കും എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഓക്കെ, നോ